ഉമർ മൗലവിയുടെ സെൽസബിയിൽ ഒരു ചോദ്യം. എന്താ ചോദ്യമോ? നിങ്ങളെ മുജാഹിദിൽ ഏതെങ്കിലും ഔലിയാക്കളുണ്ടോ? ചോദ്യം. ഉമർ മൗലവിന്റെ മറുപടി, ഞങ്ങളെ മുജാഹിദിൽ ഔലിയാക്കളുണ്ടോ എന്നല്ല ചോദിക്കേണ്ടത്, ഞങ്ങളുടെ മുജാഹിദുകൾ മുഴുവനും ഔലിയാക്കളാണ്. ഉമർ മൗലവിന്റെ മറുപടി, ഈ ഔലിയാക്കൾ നമ്മളെ ഭിന്നിച്ചത് അള്ളപ്പ കുടുങ്ങിയിട്ടുണ്ടാവും ചിലപ്പോ. ഞാൻ അള്ളാന്റെ ഔലിയാക്കൾ പറയുമ്പോൾ ചെയ്തു കൊടുക്കണല്ലോ. ഏത് ഔലിയ പറയുമ്പോൾ എപ്പോ ചെയ്യാം? ഇവര് പറഞ്ഞതനുസരിച്ച് ഇവർ ഔലിയാക്കളാണെങ്കിൽ നുണ പറഞ്ഞാല് അതിന് ഹദീസ് തെളിവേണ്ടിരുന്നു. നുണ പറയൽ ജിഹാദിന്റെ ഒരു ഭാഗമാണെന്നും അതിന് റക്സോണസോഫ് സമ്മാനവും കൊടുക്കുന്ന ഈ ഔലിയാക്കള് ഇവരെ കൊണ്ട് അള്ള ഒടുങ്ങിയിട്ടുണ്ടാവുക ഇപ്പൊ മനസ്സിലാക്കേണ്ടത്. എന്റെ സഹോദരന്മാരെ, ഞാൻ നീട്ടുന്നില്ല. ഒരു മാസപ്പറവിയുടെ പ്രശ്നത്തിൽ എത്ര ഭിന്നതയാ സമുദായത്തിൽ ഉണ്ടാക്കിയത്. അന്ന് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ മുഹമ്മദ് നബിയെ പിന്തുടരുക. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി. മാസം കണ്ടാൽ നോമ്പെടുക്കുക, മാസം കണ്ടാൽ പെരുന്നാളാക്കുക. അപ്പൊ പറഞ്ഞു അത് പറ്റൂല, കണക്ക് നോക്കണം, കണക്ക് നോക്കണം. അത് ഏത് നബി പറഞ്ഞതാ? അത് ജമാലുദ്ദീൻ അഫ്ഗാനി നബി. ഇമാം ഷാഫി ബാബിനെ വിട്ടിട്ട് ജമാലുദ്ദീൻ അഫ്ഗാനിയല്ല സ്വീകരിച്ചത്, മുഹമ്മദ് അബ്ദുവിനെയല്ലേ സ്വീകരിച്ചത്, ബഷീദിനെയല്ലേ സ്വീകരിച്ചത്. എന്നാൽ അവരോട് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമോ? അതുമില്ല. കാരണം അവരൊക്കെ മൗലൂദ് തോന്നുന്നവരായിരുന്നു. അപ്പൊ അവരും നരകത്തിലുണ്ടാവും, ഇവരും ഉണ്ടാവും നരകത്തിൽ. ഇരിക്കട്ടെ, ചുരുക്കി പറയുന്നു, ഈ ജമാലുദ്ദീൻ അഫ്ഗാനി പിന്തുടർന്നിട്ട് എന്തായി എഴുതി ഞങ്ങൾക്ക് വായിച്ചു തരാം. ഇപ്പൊ പറയുന്നത് ഹദീസിലും ഖുർആനിലും ഒക്കെ പഠിപ്പിച്ചതേ മാസം കണ്ടാ നോമ്പെടുക്കണോന്നുള്ളതാണ് ആ സെൽഫികൾ പറയുന്നത്. ഗൾഫ് സെൽഫികളും മുജാഹിദ് പ്രസ്ഥാനവും തമ്മിലുള്ള അന്തരം പകൽ വെളിച്ചം പോലെ വ്യക്തമാകുന്ന ഒരു രംഗം തന്നെയാണിത്. ശാസ്ത്രം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മാസപ്പിറവി കണ്ടാലത് സ്വീകരിക്കണമെന്നാണ് അവർ പറയുന്നത്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസിനെ പോലുള്ളവർ തങ്ങളുടെ ഒട്ടേറെ ഫത്വകളിലും ലഘുലേഖകളിലും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബാസിന്റെ നേതൃത്വത്തിൽ പണ്ഡിത സമിതി ഉറപ്പെടുത്തിയ ഒരു ഫത്വ ഇപ്രകാരമാണ്: ചന്ദ്രമാസാരംഭം നിർണയിക്കാനുള്ള മാർഗമെന്ന്. ശഅബാൻ 29 മാസപ്പിറവി ദർശിച്ചതായി വിശ്വസ്തനായ ഒരാളോ റമളാൻ 29 മാസപ്പിറവി കണ്ടതായി വിശ്വസ്തരായ ഒന്നിലേറെ പേരോ സാക്ഷ്യം വഹിച്ചാൽ ആ സാക്ഷ്യം പരിഗണിക്കണം എന്ന് പ്രബലമായ ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. സൂര്യാസ്തമനത്തിന് ശേഷം ചന്ദ്രൻ ചക്രവാളത്തിൽ എത്ര സമയം അവശേഷിക്കുമെന്ന് പരിഗണിക്കേണ്ട ആവശ്യമില്ല. അത് 20 മിനിറ്റോ അതിൽ കൂടുതലോ കുറവോ എന്നൊന്നും നോക്കേണ്ടതില്ല. സൂര്യാസ്തമന ശേഷം ചന്ദ്രൻ അസ്തമിക്കാൻ എടുക്കുന്ന സമയം കണക്കാക്കണമെന്ന് ഹദീസുകളിൽ പറയുന്നില്ല. സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സമിതിയും നാം പറഞ്ഞത് അംഗീകരിച്ചിട്ടുണ്ട്. ഫതാവാ ലജ്നത്തുൽ ദാഇമ വാള്യം 10 പേജ് 92. അപ്പോ നിങ്ങളെ മിനിറ്റും സമയം ഒന്നും നോക്കണ്ട, നമ്മളെ കണ്ണുകൊണ്ട് മാസം ഉച്ച കണ്ടാ പെരുന്നാളാക്കണോ? അതിനല്ലേ സഹോദര ബുദ്ധി? കണ്ടത് സ്വീകരിക്കൂല, കേട്ടതേ സ്വീകരിക്കുള്ളൂ. മനുഷ്യന്മാരാരെങ്കിലും പറയും അങ്ങനെ? രണ്ട് കണ്ണുകൊണ്ട് മാസം ഉച്ച ഇങ്ങനെ കാണാ, കണക്ക് കൂട്ടി നോക്കിയിട്ട് മറ്റേയാൾ പറഞ്ഞു ഇന്നുണ്ടാവില്ല. കുറച്ച് ബുദ്ധിയുടെ ആലോചിച്ചൂടെ? ഇത് കണ്ണുകൊണ്ട് കാണുമ്പോ ആലോചിച്ചൂടെ അയാളെ കണക്ക് തെറ്റിയിട്ടുണ്ട്? അതാർക്കാ മനസ്സിലാകാത്തത്? ഡോക്ടർ പറഞ്ഞിരിക്കുന്നു മരിച്ചിരിക്കുന്നു, അതുകൊണ്ട് കിടക്കണം കബറിൽ എന്ന് പറഞ്ഞാൽ എണീറ്റ് ഓടുന്നവരോടാ പറയുന്നു. ഡോക്ടർ കൊയലോക്കിട്ട് വെച്ച് നോക്കിയിട്ട് പറഞ്ഞു നീ മരിച്ചിരിക്കുന്നു, കിടക്കണം കബറിൽ. ഇവൻ അറിയില്ലേ ഞാൻ മരിച്ചിട്ടില്ല? ഇത് കണ്ണുകൊണ്ട് കണ്ടാ അറിയില്ലേ കണക്ക് തെറ്റി? ആർക്കാ മനസ്സിലാകാത്തത്? എന്നിട്ട് മുസ്ലിമീങ്ങളെ പെരുന്നാളിനും ഭിന്നിപ്പ്. ഞാൻ പറഞ്ഞില്ലേ, മക്ബറയിൽ ഭിന്നിപ്പ്, മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഭിന്നിപ്പ്, ജുമാക്ക് ഭിന്നിപ്പ്, റമദാന്റെ രാത്രി ഭിന്നിപ്പ്, അവസാനം ഒരു സന്തോഷമുള്ള മുസ്ലിമീങ്ങളെ സന്തോഷ ദിവസത്തിൽ അന്നും മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നിപ്പ്. ഇത് മുഴുവൻ ഭിന്നിപ്പുകളും ഉണ്ടാക്കിയത് എന്തിനും